സ്പോട്ട് ക്ഷേത്ര ദർശനം കഴിഞ്ഞു. അമ്മയുടെ സ്പെഷ്യൽ ഹലോ ഗൈസ്, എല്ലാവർക്കും സുഖമല്ലേ? നമ്മളത് അവസാനം പാക്കിങ് ഷോപ്പിങ്ങും ഒക്കെ കഴിഞ്ഞ് കാത്തിരുന്ന ദിവസം വന്നെത്തിയിട്ടോ. അങ്ങനെ നമ്മൾ പുറപ്പെടുകയാണ് ഗൈസ്, ലണ്ടൻ ടു കൊച്ചി ഫ്ലൈറ്റ് വെയിറ്റ് ചെയ്തിട്ട്. അപ്പൊ അതിന്റെ മൊത്തം വിശേഷങ്ങളായിരിക്കും കേട്ടോ ഈ വീഡിയോയിൽ കാണാൻ പോണേ. നമ്മൾ അണ്ടർഗ്രൗണ്ട് ട്രെയിൻ കയറി കഴിഞ്ഞാൽ ഒരു 1.5 hour ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് ഹീത്രോ എയർപോർട്ടിലെത്തും. നമുക്ക് വെയിറ്റിന്റെ കാര്യത്തിലൊക്കെ ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. എന്റെ ഷോപ്പിങ്ങിന്റെയും പാക്കിങ്ങിന്റെയും ഒക്കെ വീഡിയോ കണ്ടവർ മനസ്സിലായിട്ടുണ്ടാവും അല്ലേ. അപ്പൊ ഇവിടെ വന്നപ്പോഴും ഒരു 2-3 കിലോയുടെ വ്യത്യാസം ഉണ്ടായിരുന്നു, ലൈക്ക് കൂടുതലായിരുന്നു. പക്ഷെ ചെക്ക് ഇനിലിരുന്ന ചേട്ടൻ സഹായിച്ച കാരണം അത് അവരങ്ങോട്ട് കണ്ണടിച്ച് എൻട്രി ചെയ്ത് വിട്ടു. നമ്മൾ വിചാരിച്ചാലും നേരത്തെ എത്തി. അപ്പൊ കയറുന്നതിന് മുന്നേ നൈസായിട്ട് സാലഡൊക്കെ കഴിച്ചിട്ട് കയറാന്ന് വിചാരിച്ചോട്ടോ. കാരണം ഉള്ളിൽ കയറിയിട്ട് കുറച്ച് പരിപാടികളും ഡിലേസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ ഫുഡ് മെയിൻ ആയതുകൊണ്ട് അങ്ങനെ പിന്നെ കുറച്ച് സ്നാക്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഉള്ളിൽ നിന്ന് വാങ്ങിച്ചു, ഡ്യൂട്ടി ഫ്രീന്ന് വെള്ളവും ഒക്കെ ആയിട്ട്. ചെക്കിനും സെക്യൂരിറ്റി ചെക്കിങ്ങും ഒക്കെ ഭയങ്കര അടിപൊളിയായിട്ട് കഴിഞ്ഞു കേട്ടോ. അപ്പൊ ഇപ്രാവശ്യം നമ്മൾ ട്രാവൽ ചെയ്യുന്ന ഒമാൻ എയർ വഴിയാണ്. നാട്ടിലേക്കുള്ള ഫ്ലൈറ്റ്സിൽ ഇതൊരു എത്തിഹാദ് മാത്രമേ ട്രൈ ചെയ്തിട്ടുള്ളൂ. അപ്പൊ ആദ്യമായിട്ടാണ് വേറൊരു എയർലൈൻസ് ട്രൈ ചെയ്യുന്നത്. അപ്പൊ ഇപ്രാവശ്യം നമുക്ക് മസ്കറ്റിലാണ് ലേ ഓവർ വരുന്നത്. അപ്പൊ നോക്കാം എങ്ങനെയുണ്ട്. അങ്ങനെ ഫൈനലി ബോർഡിംഗ് ഒക്കെ കഴിഞ്ഞ് സക്സസ്ഫുള്ളി ഉള്ളിൽ കയറി കേട്ടോ. നീ നമ്മുടെ ഉദ്ദേശം ലഗേജും സീറ്റും ഒക്കെ സെക്യൂർ ചെയ്ത് കഴിഞ്ഞിട്ട് സിനിമ കാണാൻ തുടങ്ങാന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു 7 മണിക്കൂർ ലോങ് സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഫ്ലൈ ആണ്. അപ്പൊ ഈ സമയത്ത് കണ്ടു തീർക്കാനുള്ള പടങ്ങളും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പരിപാടികൾ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ നോക്കി വെക്കലായിരുന്നു എന്റെ ഫസ്റ്റ് പരിപാടി. ഫ്ലൈറ്റ് ആയാലും ബസ്സായാലും ട്രെയിൻ ആയാലും ഒക്കെ കയറി കഴിഞ്ഞ് കുറച്ചു നേരം കഴിഞ്ഞാൽ എനിക്ക് ഉറങ്ങാന്നുള്ളതാണ് പരിപാടി കേട്ടോ. എസ്പെഷ്യലി കാഴ്ചകൾ കാണാൻ പറ്റുന്ന സാഹചര്യം ആണെങ്കിൽ പിന്നെയും വിഷയമില്ല. അപ്പൊ ഇവിടെ TV ഉള്ളത് കൊണ്ട് വലിയ വിഷയമില്ല, എന്നാലും ഉറക്കമാണ് പ്രയോറിറ്റി തന്നെ. ഇവിടുത്തെ ഒരു വിഷയം എന്താ വെച്ചാൽ 2 നേരം ഫുഡ് ഉണ്ടാവും. അപ്പൊ എന്തായാലും ഇടയ്ക്കിടയ്ക്ക് നമുക്ക് എണ്ണിക്കണം എന്നുള്ളത് ഷുവറായിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഫുഡ് മിസ്സാവോ എന്നുള്ള പേടിയിൽ ഇടയ്ക്കിടയ്ക്ക് ഞെട്ടി ഉണരുന്ന ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഉള്ളൊരു ശീലം കേട്ടോ, ഫോണിലാണല്ലോ ഇടയ്ക്കിടയ്ക്ക് മാപ്പ് എടുത്തിട്ട് ചുമ്മാ ഒന്ന് ലോകം ചുറ്റിട്ട് വരുന്നത്. അപ്പൊ ഇവര് ലൈവായിട്ട് ഇവിടെ സാധനം തന്നപ്പോൾ വെറുതെ വിടോ. അങ്ങനെ നമ്മൾ പോകുന്ന റൂട്ടൊക്കെ നോക്കി വെച്ചു, ഏതൊക്കെ രാജ്യത്തിന്റെ മുകളിലൂടെയാണ് പോകുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. നമുക്ക് വിൻഡോ സീറ്റ് അല്ല കിട്ടിയേക്കുന്നത്, ഒരു 3 സീറ്റഡ് ആയിട്ടുള്ള ഇതില് സൈഡിലായിട്ടാണ് കിട്ടിയിരിക്കുന്നത്, സെൻട്രൽ. അപ്പൊ എന്റെ കോ പാസഞ്ചേഴ്സ് ആയിട്ട് 2 ഓൾഡ് ആയിട്ടുള്ള വൈറ്റ്സ് ആണുള്ളത് കേട്ടോ, പ്രായമായിട്ടുള്ള ഒരു അപ്പനും അമ്മമ്മയും ഉള്ളത്. അവർ നല്ല ക്യൂട്ടായിട്ടുണ്ട്. അവർ അങ്ങോട്ടും ഇങ്ങോട്ട് ടേക്ക് കെയർ ചെയ്തിട്ട് ഇങ്ങനെ ട്രാവൽ ചെയ്ത രസന്റെ പരിപാടി. അങ്ങനെ ഫസ്റ്റ് ഞാൻ ഫാലിബി കണ്ടു തുടങ്ങി. അങ്ങനെ അതൊരു വഴിക്കായപ്പോഴത്തേക്കും ഞാൻ നൈസായിട്ട് ഉറങ്ങിപ്പോയി. അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് ചിക്കൻ ബിരിയാണി സാധനങ്ങൾ വന്നു. നമുക്ക് കിട്ടിയേക്കുന്ന ചിക്കൻ ബിരിയാണി ഉണ്ട്, സൈഡിലൊരു സാലഡ് ഉണ്ട്, കുറച്ച് വെള്ളമുണ്ട്, പിന്നെ ഒരു ഡെസേർട്ട് ഇതിന്റെ പേര് എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ നല്ല അടിപൊളിയായിട്ടുള്ള ടേസ്റ്റുള്ള സാധനം കേട്ടോ. എനിക്കത് പിന്നെയും കഴിക്കാൻ തോന്നി. പിന്നെ ഒരു ബണ്ണും ഉണ്ട്. അപ്പുറത്തിരിക്കുന്ന അപ്പനും അമ്മമ്മയുടെ മോട്ടിവേഷനിൽ ഞാനൊരു വൈനൂടെ നൈസായിട്ട് വാങ്ങിച്ചു. പക്ഷെ ഉണ്ടല്ലോ, എനിക്ക് പറ്റിയ പരിപാടിയല്ലെന്ന് മനസ്സിലായി. ഞാൻ ഇതുവരെ സ്വീറ്റ് വൈൻ മാത്രമേ കുടിച്ചിട്ടുള്ളൂ. അപ്പോൾ എല്ലാ വൈനും മധുരം ഉണ്ടാവുന്നൊരു തെറ്റിദ്ധാരണയായിരുന്നു എനിക്ക്. മേ ബി നല്ല സാധനമായിരിക്കും, പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് ബ്ലാ ഫീൽ അടിച്ചു. എന്നിട്ട് അവസാനം മാംഗോ ജ്യൂസ്, ഇവരുടെ മാംഗോ ജ്യൂസ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പൊ അത് വീണ്ടും ഞാനിങ്ങനെ വാങ്ങിച്ചു കുടിച്ച് അതൊന്ന് കോമ്പൻസേറ്റ് ചെയ്തു. ഫുഡൊക്കെ കഴിച്ചിട്ട് നല്ലൊരു ഉറക്കം ഉറങ്ങുമ്പോഴത്തേക്കും എന്താ അടുത്ത സ്നാക്സിന് വിളിച്ച് എണ്ണിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ചെറിയൊരു സാൻഡ്വിച്ച് സാധനമാണ് കിട്ടിയത്, പ്ലസ് ജ്യൂസും ഉണ്ടായിരുന്നു. അപ്പൊ സാറ്റിസ്ഫൈഡ് ആണ്. ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ മാപ്പ് നോക്കിയപ്പോഴത്തേക്കും ദാ മസ്കറ്റ് എത്തി. പിന്നെ അവിടെ ഇറങ്ങി. നല്ല നൈസ് ഒരു എയർപോർട്ട് കേട്ടോ. പക്ഷെ എയർപോർട്ട് അധികം ഒന്നും ആസ്വദിക്കാൻ നമുക്ക് പറ്റില്ല, കാരണം ഓർഡർഡ് ഓട്ടോ ആയിരുന്നു. 1.5 മണിക്കൂറുള്ളൂ നമുക്ക് ഇവിടെ ലേ ഓവർ. പക്ഷെ സെക്യൂരിറ്റി ചെക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് താനും. 1-2 ഫ്ലൈറ്റ് ഇറങ്ങിയത് കൊണ്ട് തന്നെ നല്ല നീണ്ട ക്യൂ ഉണ്ടായിരുന്നു. അപ്പൊ അതെല്ലാം കഴിഞ്ഞ് സെക്യൂരിറ്റി ചെക്കിങ് കഴിഞ്ഞ് ബോർഡിങ്ങിലെത്തി, വേഗം ബോർഡിങ് ചെയ്ത് ഓടിപ്പോയി ഫ്ലൈറ്റ് കയറി. മസ്കറ്റ് കൊച്ചി ഫ്ലൈറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് പോലെ ഒരു 3+3 സീറ്റുള്ള സാധനമായിരുന്നു കേട്ടോ. നമുക്കൊരു 3 മണിക്കൂറുടെ കഴിഞ്ഞാൽ കൊച്ചി എത്തും. എന്റെ പൊന്നെ, നാട്ടിലെത്തും. ആ ഫീലിംഗ് ആണ് ഫുൾ ഉള്ളത്. നമ്മുടെ ഫ്ലൈറ്റ് മുഴുവൻ മലയാളികളായിരുന്നു. ഡെഫിനറ്റ്ലി കൊച്ചിയിലേക്കാണ്. പക്ഷെ എന്നാൽ പോലും ഈ മലയാളികളെല്ലാം യൂറോപ്പും UK നിന്നും വന്നവരാണ്. കാരണം ആ 2 ഫ്ലൈറ്റ് ആയിരുന്നു ആ ടൈമിൽ നമുക്ക് വന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഞങ്ങൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വിശേഷങ്ങൾ പറഞ്ഞ് ഫുൾ ഒരു ആഘോഷമായിട്ടാണ് വന്നത്. കറക്റ്റ് നമ്മുടെ നാട്ടിലേക്ക് ലാൻഡ് ചെയ്യണ സമയത്ത് എന്റെ പൊന്നു, എല്ലാവരുടെയും ഒരു ആരവവും ആഘോഷവും കണ്ണും നിറഞ്ഞും മനസ്സ് നിറഞ്ഞും വല്ലാത്തൊരു ഫീൽ തന്നെ. പക്ഷെ ആകെ എടുത്തു പറയേണ്ട ഫുഡാണ് കേട്ടോ. നമുക്ക് ആർക്കും ഫുഡ് ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ ഇതും നമുക്ക് വിഷയമല്ലല്ലോ, കാരണം അമ്മേന്റെ ഫുഡ് കഴിക്കാൻ പോവല്ലേ. അങ്ങനെ നമ്മൾ വേഗം ഓടി ഇറങ്ങി. 2 വർഷം നാട്ടിലേക്കാണ്. ചെക്കിങ്ങും കാര്യങ്ങളും ഇമിഗ്രേഷന്റെ പരിപാടികളും ഒക്കെ കഴിഞ്ഞ് വളരെ സ്മൂത്ത് ആയിട്ട് നമ്മൾ പുറത്തിറങ്ങിയപ്പോഴത്തേക്ക് നമുക്ക് വേണ്ടി ആൾക്കാർ അവിടെ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പുറത്തിറങ്ങി ആദ്യം കണ്ടത് ഇന്ത്യൻ ഫ്ലാഗ് ആയിരുന്നു. എന്റെ പൊന്നോ, വല്ലാത്തൊരു ഫീൽ തന്നെ. പിന്നെ അച്ഛനും അമ്മയും അനിയത്തി ഉണ്ടായിരുന്നു. ഇവരെല്ലാം അമ്പലത്തിലൊക്കെ പോയിട്ട് ഞാൻ സേഫ് ആയിട്ട് ഇറക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചിരിക്കുകയായിരുന്നു തോന്നുന്നുണ്ട്. അത് കഴിഞ്ഞ് അമ്മൂമ്മേനെയൊക്കെ വിളിച്ച് പറഞ്ഞിട്ട് നമ്മൾ വേഗം വണ്ടി കയറി വന്നുകൊണ്ടിരിക്കണം കേട്ടോ. അപ്പൊ നല്ല നാടൻ കപ്പ പുഴുങ്ങിയതും മുളക് ചമ്മന്തിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതെല്ലാം കൂടെ കണ്ടപ്പോഴത്തേക്കും എനിക്കങ്ങോട്ട് കഴിക്കാനും പറ്റത്തില്ല. അയ്യോ എന്റെ പൊന്നോ, എന്തൊക്കെയോ പോലെയായിരുന്നു. പിന്നെ നമുക്കൊരു 3 മണിക്കൂർ ഡ്രൈവ് ഉണ്ട് ഇനി വീട്ടിലേക്ക്. അപ്പൊ ട്രാഫിക്കും എല്ലാം കൂടെ ആയിട്ട് എപ്പോൾ എത്തുമെന്നൊരു ഐഡിയ ഇല്ല. പക്ഷെ പോകുന്ന വഴിക്ക് നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ച് ആടിപ്പാടി നൈസായിട്ട് കുറച്ച് റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് പോവാം അല്ലേ.
തോമസ് ഇരിക്കോ? ആ ക്ഷേത്ര ദർശനം കഴിഞ്ഞു. ഫുഡ് കഴിക്കാൻ ഇറങ്ങിയിട്ട് എനിക്ക് ഫുഡ് കഴിക്കാൻ പറ്റില്ല. പിന്നെ നമ്മൾ ചെറിയൊരു ഷേക്ക് കുടിച്ചിട്ട് പിന്നെ അടുത്ത സ്ഥലത്തെത്തി പഴംപൊഴി കഴിച്ചു. അപ്പൊ ആദ്യമായിട്ട് നാട്ടിൽ വന്നിട്ട് ഇപ്രാവശ്യം കഴിച്ചേക്കുന്നത് നമ്മുടെ ഏത്തക്കാപ്പാണ് കേട്ടോ. ചൂടായിട്ടുള്ള ഏത്തക്കാപ്പം. പക്ഷെ എനിക്ക് നല്ല പഴുത്ത പഴംപൊരി തിന്ന വീഡിയോ മാഷൻ കേട്ടോ. ഫൈനലി നമ്മൾ വീട്ടിലെത്തിയേക്കാണ് കേട്ടോ. നാട്ടിലെത്തിയതിനെക്കാട്ടി 10 ഇരട്ടി സന്തോഷമാണല്ലോ വീട്ടിലെത്തുന്നത്. വീട്ടിലെത്തിയപ്പോൾ ആദ്യം ഞാൻ കണ്ടത് ഇവരെ രണ്ടുപേരായിരുന്നു കേട്ടോ, റോക്കിയും ജാക്കിയും. സംഭവം ഇവരെ എനിക്ക് യാതൊരു ഐഡിയ ഇല്ല, കാരണം നമ്മൾ പരിചയപ്പെട്ടിട്ടേ ഇല്ല. നമ്മുടെ വീട്ടിലെ മെയിൻ താരങ്ങളായിട്ടുള്ള ഡോറയ്ക്കും ചാർലിയുടെയും കുട്ടികളാണ് കേട്ടോ. നമുക്ക് കുറേ കുട്ടികൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ വിറ്റിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ബാക്കിയൊന്ന് 2 പേരാണ്. അപ്പോൾ അവർ നമ്മുടെ കൂടെ ഇപ്പോൾ വീട്ടിൽ കൂടിയിട്ടുണ്ട്. പക്ഷെ പാവങ്ങൾ അവർ ഭയങ്കര പേടിച്ചിട്ടായിരിക്കുന്നു കേട്ടോ. അവർ കൂട്ടിലിട്ടേക്കുന്നതുകൊണ്ടായിരിക്കും. അപ്പോൾ തീരെ എൻ്റെ അടുത്ത് വരുന്നൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ നമുക്ക് ഇനിയും കുറച്ച് ദിവസം ഉണ്ടല്ലോ, അവരെ മെരുക്കിയെടുക്കാം, സീനില്ല. എന്നിട്ട് നമ്മുടെ മെയിൻ താരങ്ങളാണ് എനിക്ക് കാണേണ്ടത്. കാരണം 2 വർഷത്തിന് ശേഷമാണ് ഡോറനെയും ചാർലിനെയും ഞാൻ കാണുന്നത് കേട്ടോ. അല്ല, ഡോറ ഇപ്പോൾ അടുത്തൊരു ഡെലിവറി കഴിഞ്ഞ് കിടക്കാണ്. ചാർലിക്കുട്ടൻ പണ്ടത്തെ പോലെ തന്നെ ആക്റ്റീവായിട്ട്. ചാർലി ആയിട്ടാണെങ്കിൽ പോലും എനിക്ക് കുറച്ച് ദിവസത്തെ പരിചയമുള്ളൂ. ഞാൻ പിന്നെ റൂമിൽ പോയി ഇവർക്ക് സർപ്രൈസ് കൊടുക്കാന്ന് വെച്ചപ്പോൾ സർപ്രൈസ് എനിക്കാണ് കിട്ടിയത്. അടിപൊളിയായിട്ട് ഇവരെല്ലാവരും എൻ്റെ റൂമൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്കിനി ഡോറയുടെയും ചാർലിയുടെ എക്സ്പ്രഷൻ നോക്കാം കേട്ടോ. ഇവിടെ എന്നെക്കാട്ടി കൂടുതൽ എക്സൈറ്റ്മെന്റും അത്ഭുതവും അമ്മയ്ക്കാണ്. എവിടെ ഡോറ? ഇവിടെ വേറെ ഉള്ളേ കാര്യമാ മനസ്സിലായില്ല. കൈതരം പറ. കൈ ഡോറ ആരോട് ചെയ്യത്തില്ല ഇങ്ങനെ. ചിഞ്ചു എന്താ ചാർലിക്കുട്ടിന് മനസ്സിലായി. ചാർലിക്ക് മനസ്സിലായി. ഡോറ കാണിക്കുന്നു. രണ്ടിന് സന്തോഷം കണ്ട്. കണ്ടോ? വേണ്ട ഇങ്ങോട്ട് വർഷം കണ്ട. ഇത് സ്നേഹിക്കത്തില്ലേ പറ. അയ്യോ ഇച്ചിരി വെള്ളം കൊടുക്കണം. കൈ തരാൻ പറ. അഞ്ചു കൈ തരാൻ പറ. കണ്ട കൈ എടുക്കുന്നുണ്ടോ? ചിഞ്ചു ചിഞ്ചു വെള്ളം കൊടുക്കടി. ഇത് വെള്ളം കൊടുക്കാൻ കുളമ്പടി കൊണ്ട്. വെള്ളം കൊടുക്ക. കണ്ടോടി, നിങ്ങൾ പറയാൻ സ്നേഹിക്കരുത്. കണ്ട ഇതൊക്കെ കണ്ട 2 പേര് ക്ഷീണിച്ച്. ചെല്ലേ വെള്ളം കുടി. വെള്ളം കുടിച്ചിട്ടോ ചെല്ലേ.
അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് വിശ്വാസമൃദ്ധമായ ഫുഡും കഴിച്ചിട്ട് നമ്മൾ പെട്ടിയൊക്കെ പൊളിച്ചു. പാക്കിങ്ങിന്റെ വിശാലമായ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ അൺബോക്സിങ്ങിന്റെ വീഡിയോ എടുത്തിട്ടില്ല ഗൈസ്. അതൊരു ഡിഫറെന്റ് ഇമോഷൻ ആയിരുന്നു. ക്യാപ്ചർ ചെയ്യാനുള്ളൊരു ഗ്യാപ്പ് എനിക്ക് കിട്ടിയില്ല എന്ന് വേണം പറയാനായിട്ട്. അൺപാക്കിംഗ് ഒക്കെ കഴിഞ്ഞു, എല്ലാവരും ഹാപ്പി എന്ന് പറയാൻ ഭയങ്കര ഹാപ്പി. അപ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നു. നമുക്ക് ഫുൾ കുശാല് ഫുഡ് അടിച്ച് സുഖവാസമാണ് ഗൈസ്, ഫുൾ സുഖവാസ. നമ്മള് ഫുൾ ലക്ഷറിയാണ്. ഇവിടുത്തെ ഡോറയുടെയും ചാറയുടെയും കുഞ്ഞുങ്ങൾ കണ്ണുപോലും വിരിഞ്ഞിട്ടില്ല കേട്ടോ. അപ്പൊ കുറച്ച് ദിവസത്തിനുള്ളിൽ ഒരു കണ്ണൊക്കെ തുറന്ന് സെറ്റാന്ന് തോന്നുന്നു. ഇത് ആദ്യത്തെ കുട്ടിയാണ് കേട്ടോ. അവന്റെ കണ്ണിങ്ങനെ ജസ്റ്റ് തുറന്ന് വന്നിട്ടുണ്ട്. ബാക്കിയുള്ളവരൊക്കെ നല്ല ക്യൂട്ടായിട്ട് കണ്ട് കാണാൻ. അപ്പൊ ഇനിയുള്ള ദിവസങ്ങളിലേക്ക് കാണിച്ചു തരാം കേട്ടോ. നിങ്ങൾ ഈ വീഡിയോ ഇവിടം വരെ കണ്ടതിൽ ഭയങ്കര സന്തോഷം കേട്ടോ. അപ്പൊ കൂടുതൽ വിശേഷങ്ങൾ കേൾക്കാൻ റെഡിയാണോ? എന്നാൽ കൂടെ മറക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കണ്ട. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.